ഹലോ ഓൾ, ദിവ്യസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വീണ്ടും ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ആളാരാന്ന് ഞാൻ ആദ്യം പറയാം. ഇതാണ് നമ്മുടെ മീനുട്ടിയുടെ സ്വന്തം അമ്മ, നമ്മുടെ സ്വന്തം മീനുട്ടിയുടെ ഒരേ ഒരമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് മീനുട്ടി ഭയങ്കര ആഗ്രഹം മീനുട്ടിയുടെ അമ്മേനെ ഒന്ന് സുന്ദരിയാക്കി കാണണമെന്ന്. അമ്മ ആക്ച്വലി ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ്, സുന്ദരിയാണ്. അപ്പൊ പിന്നെ ആള് മേക്കപ്പ് ഒന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ, എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആളെ നമുക്ക് ഇന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ചുകൂടെ സുന്ദരിയായിട്ട് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ശരണേച്ചി എന്തിനും പറയുന്നു? ശരണ്യാന്നാണ് കേട്ടോ ആളുടെ പേര്. എന്റെ സ്വന്തം അനിയത്തിയാട്ടോ. ഞാൻ നാളെ പോവുക, അതിന്റെ ഒരു കുറച്ച് ഫീലിംഗ് വിഷമമുണ്ട്, പേർക്കുണ്ട്. അതെ അതെ അതെ. ഓക്കെ, അപ്പം ഇനി ആൾ ഇമോഷണൽ ആവും. അതിന് മുമ്പ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാനൊരു സോറി പറയാം കേട്ടോ, കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഓർത്തു വോയിസ് ഓവർ ഇടാമെന്ന് ഓർത്തു. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ അത് വോയിസ് ഓവർ ഇടാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മാമ എർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ആളുടെ കുറച്ച് ഓയിലി സ്കിന്നാണ്, എന്നാലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചേച്ചിയുടെ സ്കിന്നിനൊരു പ്രത്യേകതയുണ്ട്. ആൾ അങ്ങനെ ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ നല്ല സ്കിന്നാണ്, അങ്ങനത്തെ ഡാമേജ്ഡ് സ്കിന്നൊന്നുമല്ല. പിന്നെ കുറച്ച് ടാൻഡാണ്, കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും സൺസ്ക്രീൻ യൂസ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടാൻഡാണ്. അതർവൈസ് ആൾ നല്ല ഫെയർ ആണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു സൺസ്ക്രീൻ നമ്മൾ പോകുന്നില്ലല്ലോ, കാരണം എവിടെയും വെയിലത്തൊന്നും ഇറങ്ങാത്തതുകൊണ്ട് തന്നെ ഈ മേക്കപ്പിന് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മേക്കപ്പ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ തന്നെ ഷെയ്ഡായിട്ടുള്ള നമ്മുടെ മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ 310 സൺ ബേജിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേർക്കും അത് സൂട്ടാകുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനത് അപ്ലൈ ചെയ്തത് കേട്ടോ. പിന്നെ ആളുടെ മുഖത്ത് ഈ പറയുന്ന പോലെ അധികം അങ്ങനത്തെ മാർക്സും സ്പോട്ട്സും ഒന്നും ഇല്ല ഹൈഡ് ചെയ്യാനായിട്ട്. എന്നാലും ഞാൻ ഒരു ഈവൺ ആയിക്കോട്ടെ സ്കിന്നെന്ന് വെച്ചിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. അത് ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നല്ല സ്കിന്നുള്ള ആൾക്കാരുടെ മേത്ത് ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് അധികം ഇതാവണ്ടല്ലോ എന്നും വിചാരിച്ചു. പിന്നെ ഓയിലി സ്കിന്നും ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് ഈ ഫൗണ്ടേഷൻ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, ചിലപ്പോൾ ഷെയ്ഡ് ഡിഫറെൻ്റ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ചെയ്തതെന്ന് പറയാനായിട്ട് നമ്മുടെ ഒരു കോമ്പാക്ട് പൗഡറാണ്, അതും മെബിലിൻ്റെ ഫിറ്റ്മീരയാണ്. അതെനിക്ക് തോന്നുന്നത് എല്ലാം എൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ഡിഫറൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കാം, പക്ഷേ ലാസ്റ്റ് അതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അത് ചിലപ്പം ചെറിയ ഡിഫറൻസ് തോന്നുമായിരിക്കാം. അപ്പം അതും ഞാൻ കുറച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ ഫൗണ്ടേഷനും ഈ കോമ്പാക്ട് പൗഡറും ആയപ്പോഴത്തേക്ക് ഒരു ഫിനിഷിങ് വന്നു. മറ്റേത് പിന്നെ ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഈ പൗഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് മാറ്റം ഉണ്ടാകും. അതിപ്പോൾ ഏതൊരു ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കും ഇപ്പോൾ ക്രീംസ് ആണെങ്കിലും കുറച്ച് പൗഡറി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പം അത് കുറച്ച് ഡ്രൈ ആയിട്ട് കാണുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കും അത് കുറച്ച് നന്നായിട്ടിരുന്നു. എല്ലാം ഞാൻ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആൾക്കും അങ്ങനെ ഭയങ്കര ഹെവി മേക്കപ്പിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടാണ്. അത് ഞാൻ എപ്പോഴത്തെയും പോലെ കാണിക്കുന്നില്ല, നമ്മുടെ മിസ് ക്ലെയറുടെ ഒരു ഐബ്രോ പാലറ്റാണ് കേട്ടോ. എല്ലാ വീഡിയോസിലും ഞാൻ യൂസ് ചെയ്യുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഇപ്രാവശ്യം എടുത്ത് കാണിച്ചിട്ടില്ല. അത് വെച്ച് ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൾക്ക് അങ്ങനെ വലിയൊരു ഐബ്രോസ് ഒന്നും ഇല്ല കേട്ടോ, വളരെ തിൻ ഐബ്രോസാണ്. അമ്മയ്ക്കും മോൾക്കും മീനുട്ടിയുടെ ഐബ്രോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് വളരെ തിന്നാണ്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ബ്രൗൺ അല്ല, ഡാർക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറച്ചൊന്ന് ഡിഫൈൻഡ് ആയിട്ട് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്, ഐബ്രോ കേക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തത് ഡാസ്ലറിൻ്റെ ഒരു ഐ ജെല്ലാണ് സാധാരണ. പിന്നെ അത് എത്രയാണ് എനിക്ക് തോന്നുന്നത്, അത് ഒരു 245 രൂപ 275 രൂപ എങ്ങാണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയപ്പം. പക്ഷെ നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നത് എത്രയായി, ഒരു 1-2 വർഷമായി ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ യൂസ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല ഐലൈനർ ഐ ജെല്ലാണ്.
ലാസ്റ്റ് ചെയ്യും. പിന്നെ അധികം സ്മഡ്ജ് ചെയ്തില്ല, പിന്നെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കൊളോസ് കാജൽ ഐലൈനർ വെച്ചിട്ട് ഞാനൊന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അത് കുറച്ചൊന്ന് സ്പ്രെഡായിട്ടുണ്ട്, കാരണം ആൾ അങ്ങനെ കണ്ണെഴുതാറില്ല. വളരെ അപൂർവമായിട്ട് കണ്ണെഴുതിയാൽ തന്നെ ഐലൈനർ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഞാനത് യൂസ് ചെയ്തു. ഡ്രൈ ആവുന്നതിന് മുമ്പ് ഓപ്പൺ ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ചൊന്ന് സ്പ്രെഡായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ അത് ക്ഷമിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് നല്ലൊരു ഐലൈനറാണ്, വാട്ടർ പ്രൂഫാണ്, പിന്നെ സ്മഡ്ജ് പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് മാറ്റി നമുക്ക് കളയാനായിട്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഐലൈനറാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറും ഉണ്ട്. ഓക്കെ, അപ്പം ഐലൈനർ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഐലൈനർ ഒന്നും യൂസ് ചെയ്യാറില്ല, വളരെ അപൂർവമായിട്ട്. അതും ഞാനൊക്കെ ഉള്ളപ്പോഴാണ് പിന്നെ അതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ലുക്കിൽ കാണാൻ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചെയ്യുമ്പം നമുക്കത് ഒന്ന് ശരിക്കും എടുത്ത് കാണുമല്ലോ, അങ്ങനെ തന്നെ. പിന്നെ ഞാൻ ഒരു ലിപ്പ് ബാം ആദ്യം, അതൊരു സ്ട്രോബെറിയുടെ ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നത്. അതും മെബ്ലിനാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ അതൊരു ചെറിയൊരു ടിൻറ്റ് നമ്മുടെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ചെറിയ പൊട്ട് വെച്ച് കൊടുത്തു, ഒരു ചുവപ്പ് കളർ പൊട്ട്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് പൊട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന സമയത്ത് അത് ഞാൻ എൻ്റെ ഒരു ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ന്യൂഡ് ഷെയ്ഡാണ് മോസ്റ്റ്ലി ഉപയോഗിക്കാറുള്ളത്. ബ്രൈറ്റ് യൂസ് ചെയ്യാറുണ്ട് അപൂർവമായിട്ട്. എനിക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഒക്കെ ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം ഞാൻ അതൊരു സെൻസേഷണൽ ബ്രാൻഡിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ കൂടുതലും ആളും ഈ പറഞ്ഞ പോലെ ബ്രൈറ്റ് കളേഴ്സ് ലിപ്സ്റ്റിക്കേ യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് ഉടനെ പോയി ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുമെന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് ആൾക്കും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ വലുതായിട്ട് അറിയില്ല, അങ്ങനെ എന്നാൽ ഇട്ടിട്ടുണ്ടെന്നും ആയിട്ടോ. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഫിനിഷായിട്ടുണ്ട്. ഭയങ്കര അങ്ങനെ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഡെയിലി എൻ്റെ കയ്യിൽ തന്നെയുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, മീനുട്ടി ഇടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മീനുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുട്ടിയും ഇടയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവളാണ് ഈ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു തരുന്നതും ഒക്കെ. പിന്നെ ആൾക്ക് അമ്മയ്ക്ക് മേക്കപ്പിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും മോൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആൾക്ക് നല്ല ഒരു ഗ്രാഹ്യമുണ്ട് ഈ മേക്കപ്പിനെ പറ്റിയിട്ട്, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ. അങ്ങനെ പിന്നെ ഞാൻ ശരണേച്ചിക്ക് ഒരു മാല, ഒരു ചോക്കർ കണക്കുള്ള ഒരു മാല ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ആൾ ആദ്യമായിട്ടിടുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ചേരും തോന്നി. ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു മാലയാണ് അത്, ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. നോർമലി ശരണേച്ചി ഗോൾഡിൻ്റെ ഒരു താലി ചെയിൻ മാത്രമാണ് ഇടാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു മാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരണേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പൊക്കെ തീർന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഐലൈനർ ആൾ പെട്ടെന്ന് തുറന്നപ്പോഴത്തേക്ക് അത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡായിട്ടുണ്ട്. അത് പിന്നെ മാറ്റാൻ നടക്കില്ല, കാരണം വാട്ടർ പ്രൂഫാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ, സോറി. പിന്നെ ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വെറും സിമ്പിളായിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈൽസ് ഒന്നും ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല. അങ്ങനെ എനിക്കും വലിയൊരു ഹെയർ സ്റ്റൈലിലൊന്നും വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സാധാരണ നമ്മുടെ കുളിപ്പിന്നലൊക്കെ പോലെ കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ടിക്ക് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് കേട്ടോ ഹെയർ സ്റ്റൈൽ. എനിക്ക് തോന്നുന്നു ആൾക്ക് ഇതാണ് കുറച്ചുകൂടെ ചേരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് കാണാം കേട്ടോ. കാരണം ഇടയ്ക്ക് കുറച്ച് ലാഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ കാണുമ്പോൾ ഇത് കുറച്ചൊന്ന് എന്താ പറയുക, സ്പീഡ് ഒരു 1.5-ലോ 2-ലോ ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം തീരും കേട്ടോ. അങ്ങനെ
പിന്നെ ഞാൻ ഓർത്തു നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇത്തിരി ചന്ദനം കൂടെ തൊട്ട് കൊടുക്കാൻ തോന്നി. എനിക്ക് ഞാൻ ഒരുങ്ങുമ്പോഴാണെങ്കിലും ശരി, ആരെങ്കിലും ഒരുങ്ങി കാണുമ്പോഴാണെങ്കിലും ശരി, ഒരുക്കുമ്പോഴാണെങ്കിലും ശരി, എനിക്ക് കുറച്ച് ചന്ദനം തൊട്ട് കഴിഞ്ഞാലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അത് ഞാൻ മുടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ശരണേച്ചിക്കും കുറച്ച് ചന്ദനം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഒക്കെ തീർന്നിരിക്കുകയാണ്. പിന്നെ മീനുട്ടിയുടെ പ്രത്യേക ഒരു എന്താ പറയുക നിർദ്ദേശപ്രകാരം കുറച്ച് സിന്ദൂരം. ഇത് എനിക്ക് എൻ്റെ സിസ്റ്റർ തന്നാണ് കേട്ടോ. ആളിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല കളറാണ്, നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്. അപ്പോൾ ഇത് പക്ഷേ വാട്ടർ പ്രൂഫ് ഒന്നും അല്ല കേട്ടോ, പെട്ടെന്ന് പോവും. പക്ഷെ നല്ലൊരു കളറാണ്, എളുപ്പമാണല്ലോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, കയ്യിലൊന്നും ആവില്ല. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. കണ്ടോ, ഇത്രയാണ്. അപ്പോൾ ശരണേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല, കാരണം അത്ര കുറച്ച് സിമ്പിൾ മേക്കപ്പ് അല്ലേ, അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളിങ്ങനെ ഒരുങ്ങി കാണാത്തത് കൊണ്ട് തന്നെ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആ ഡ്രസ്സിൻ്റെ കൂടെ കുറച്ച് വളകളും ഇട്ട് കൊടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ.